ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി. ടോമോയിൽ ഒരു പുതിയ വിദ്യാർത്ഥി കൂടി വന്നു ചേർന്നു. ഒരു സാധാരണ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയേക്കാൾ പൊക്കവും വണ്ണവും ഉണ്ടായിരുന്നു അവന്. ശരിക്കും ഒരു 7ാം ക്ലാസ്സുകാരനെ പോലുണ്ടല്ലോ അവനെ കണ്ടപ്പോൾ ടോട്ടോച്ചാന് തോന്നി. ഏതാണ്ട് മുതിർന്നവരുടെ മട്ടിലുള്ള അവന്റെ വസ്ത്രധാരണ രീതിയും ശ്രദ്ധേയമായിരുന്നു. അന്നു രാവിലെ അസംബ്ലി വേളയിലാണ് മാസ്റ്റർ പുതിയ വിദ്യാർത്ഥിയെ പരിചയപ്പെടുത്തിയത്. ഇത് മിയാസാക്കി. ഇവൻ ജനിച്ചതും പഠിച്ചതുമൊക്കെ അമേരിക്കയിലാണ്. ജാപ്പനീസ് നന്നായി പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ചേരുന്നത്. ടോമോയിലാവുമ്പോൾ പെട്ടെന്ന് എല്ലാവരുമായും കൂട്ടുകൂടാം. സാവധാനമെല്ലാം പഠിക്കാം. എന്താ അങ്ങനെയല്ലേ? മാസ്റ്ററുടെ ചോദ്യം കേട്ട കുട്ടികൾ തലകുലുക്കി. അദ്ദേഹം തുടർന്നു. ഉവ്വ്, ഇനി മുതൽ മിയാസാക്കി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. നമുക്കിവനെ എത്രാം തരത്തിൽ ചേർക്കാം? 5ാം തരത്തിലായാലോ? താച്ചാനും കൂട്ടരും എന്തു പറയുന്നു? ചേർക്കാലോ? പടം വരപ്പിൽ സമർത്ഥനായ താച്ചാൻ പറഞ്ഞു. അവന്റെ ശബ്ദത്തിന് ഒരു വല്യേട്ടൻ മട്ടുണ്ടായിരുന്നു. മന്ദഹാസത്തോടെ മാസ്റ്റർ തുടർന്നു. ഞാൻ പറഞ്ഞൂല്ലോ, ഇവൻ ജാപ്പനീസിൽ ഇത്തിരി മോശമാണെന്ന്. പക്ഷേ ഇംഗ്ലീഷിലുണ്ടല്ലോ മിടുമിടുക്കനാണ്. നിങ്ങളെ കൂടി അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞോളൂ. അതുപോലെ ഇവിടെ ജപ്പാനിലെ ജീവിത രീതികളൊന്നും പരിചയമില്ല ഇയാൾക്ക്. നിങ്ങൾ നന്നേ സഹായിക്കണം. എന്താ? പകരം അമേരിക്കയിലെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചോളൂ. അവിടുത്തെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തരാൻ ഇയാൾക്കറിയാം. ഇനി ഇവൻ നിങ്ങളോടൊപ്പമാണ്. മിയാസാക്കി 5ാം തരത്തിലെ തന്നേക്കാൾ തീരെ ചെറിയവരായ സഹപാഠികളെ വണങ്ങി. മുഴുവൻ ടോമോയും മിയാസാക്കിയെ തിരികെ തലകുനിച്ചു വന്ദിച്ചു. അന്നുച്ചയ്ക്ക് മാസ്റ്ററുടെ വീട് കാണാൻ പോവുകയായിരുന്നു മിയാസാക്കി. കുട്ടികളെല്ലാം പിന്നാലെ കൂടി. തുടക്കത്തിലെ അവൻ അബദ്ധം പിണഞ്ഞു. ഷൂസ് കാലിൽ നിന്നൂരാതെ അവൻ വീട്ടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ഏയ്, പാടില്ല! കുട്ടികൾ ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു. ഉള്ളിൽ ഷൂസ് ഇടാൻ പാടില്ല. ഓ, ക്ഷമിക്കണം, തെല്ലരമ്പോടെ അവൻ പറഞ്ഞു. ശേഷം തിടുക്കത്തിൽ ഷൂസ് അഴിച്ചു മാറ്റി. കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടതുമാതിരി കുട്ടികൾ പറയാൻ തുടങ്ങി. ചെരുപ്പ് സംബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങൾ തൊട്ടങ്ങോട്ട് പലതും. താത്താമി പരവതാനികൾ കൊണ്ട് അലങ്കരിച്ച മുറികളിലും അസംബ്ലി ഹാളിലും കയറുമ്പോൾ ഷൂസ് അഴിച്ചു വെക്കണം. തീവണ്ടി ക്ലാസ്സിലെ ലൈബ്രറിയിലും കുഴപ്പമില്ല. എല്ലാ നാവുകളും ഒന്നിച്ചു ചലിക്കുകയായിരുന്നു. ഗുഹോൻബൽസൂലാണെങ്കിൽ പുറത്ത് അങ്കണത്തിൽ ചെരുപ്പിടാം. ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പാടില്ല. ജപ്പാനിലെയും പുറനാടുകളിലെയും ജീവിതക്രമത്തിലുള്ള ആശ്ചര്യകരമായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം പറയുകയും കേൾക്കുകയും ചെയ്തു. അത് കൗതുകം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പിറ്റേന്ന് മിയാസാക്കി ഇംഗ്ലീഷിലുള്ള ഒരു തടിയൻ ചിത്രപുസ്തകം സ്കൂളിലേക്ക് കൊണ്ടുവന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവന്റെ ചുറ്റും കൂടി. അവരുടെ വിസ്മയത്തിന് അതിരുണ്ടായിരുന്നില്ല. ഇത്രയും അഴകുള്ളൊരു പുസ്തകം അവർ കണ്ടിട്ടേയില്ല. തങ്ങൾക്കറിയാവുന്ന ചിത്രപുസ്തകങ്ങളുണ്ട്, കടും ചുവപ്പ്, പച്ച, മഞ്ഞ നിറങ്ങളിലുള്ളവ. പക്ഷേ ഇതൊന്നു വേറെയാണ്. മനുഷ്യ ശരീരത്തിന്റെ നിറത്തോടടുത്ത മങ്ങിയ ചില ഇളം ചുവപ്പുകൾ, വെളുപ്പും ചാരവും ഇഴുകിച്ചേർന്ന നിറഭേദങ്ങൾ കൊണ്ട് അപൂർവമായ നീല, ഒക്കെയും ക്രയോണുകളിൽ നിന്ന് ലഭ്യമല്ലാത്തവ. 24 തരം ക്രയോണുകൾ അടങ്ങിയ പെട്ടിയിൽ കണ്ടുകിട്ടാത്ത എന്തുമാത്രം നിറങ്ങളാണ്! ചില നിറങ്ങൾ താച്ചാന്റെ കൈവശമുള്ള 48ന്റെ മുന്തിയ ഇനം പെട്ടിയിൽ പോലുമില്ല. പുസ്തകം എല്ലാവർക്കും ഇഷ്ടമായി. വർണ്ണങ്ങൾ മാത്രമല്ല, ചിത്രങ്ങളും അവരെ ആകർഷിച്ചു. ആദ്യ ചിത്രം തന്നെ അതിമനോഹരമായിരുന്നു. കമ്പിളിയുടെ തുഞ്ചത്ത് പിടിമുറുക്കി ഒരു കൈക്കുഞ്ഞിനെ വലിച്ചുകൊണ്ടു പോകുന്ന നായ്ക്കുട്ടി. ഇളം ചുവപ്പ് നിറമുള്ള ചോരക്കുഞ്ഞിന് ജീവനുണ്ടെന്ന് തന്നെ തോന്നും. കുട്ടികൾ അതിശയിച്ചു പോയി. ഇത്രയേറെ വലിപ്പമുള്ള, ഇത്രയേറെ അഴകും കനവും തിളക്കവുമുള്ള താളുകളിൽ അച്ചടിക്കപ്പെട്ട ഒരു ചിത്രപുസ്തകം അവർ കണ്ടിട്ടേയുണ്ടായിരുന്നില്ല. ടോട്ടോച്ചാൻ തന്റെ സഹജമായ സാമർഥ്യം ഉപയോഗിച്ചു വളരെ വേഗം മിയാസാക്കിയുമായി സൗഹൃദത്തിലായി. അതുവഴി കഴിയുന്നിടത്തോളം ചിത്രപുസ്തകത്തിനും മിയാസാക്കിക്കും അടുത്തുതന്നെ സ്ഥലം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞു. മിയാസാക്കി മറ്റു കുട്ടികളെ വായിച്ചു കേൾപ്പിച്ചു. ഇംഗ്ലീഷ് വാക്കുകളുടെ മൃദുവായ മുഴക്കം ടോമോ വിദ്യാർത്ഥികൾ നിർവൃതിയോടെ ശ്രദ്ധിച്ചു. തുടർന്ന് മിയാസാക്കിയും ജാപ്പനീസുമായുള്ള മൽപ്പിടുത്തമായി. നവീനവും വ്യത്യസ്തവുമായ എന്തൊക്കെയോ മിയാസാക്കി അവിടേക്ക് ആ ഇത്തിരിയോളം പോന്ന പള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അക്കാച്ചാൻ, ബേബി, അവൻ നീട്ടി വായിച്ചു. കുട്ടികൾ ഒന്നോടെ ആവർത്തിച്ചു. അക്കാച്ചാൻ, ബേബി, ഉത്സുകുഷ്, ബ്യൂട്ടിഫുൾ. ആ വാക്കിൽ മിയാസാക്കിയുടെ ജാപ്പനീസ് തെറ്റി. കൂവിന് അവൻ ആവശ്യത്തിലേറെ ഊന്നൽ കൊടുത്തു. മാത്രമല്ല, അന്ത്യത്തിലെ ഈ വിട്ടുകളയുകയും ചെയ്തു. ഉത്സുകുഷി, ബ്യൂട്ടിഫുൾ.
മറ്റുള്ളവർ ശരിയായ ഉച്ചാരണത്തോടെ ആവർത്തിച്ചു. മിയാസാക്കിക്ക് താൻ വരുത്തിയ തെറ്റു പിടികിട്ടി. ജാപ്പനീസ് ഉച്ചാരണം ശരിയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഉത്സുക്കുഷി. എന്താ, ശരിയല്ലേ? മിയാസാക്കി വളരെ പെട്ടെന്ന് അവർക്കിടയിൽ ഒരാളായി മാറി. വിശേഷപ്പെട്ട പുസ്തകങ്ങൾ എല്ലാ ദിവസവും അവൻ ടോമോയിലേക്ക് കൊണ്ടുവന്നു. ഉച്ചയൂണിന്റെ ഇടവേളകളിൽ അവയൊക്കെയും അവൻ ചങ്ങാതിമാരെ വായിച്ചു കേൾപ്പിച്ചു. മിയാസാക്കി മറ്റുള്ളവർക്ക് ഒരു സ്വകാര്യ ഇംഗ്ലീഷ് അധ്യാപകനെ പോലെ തന്നെയായിരുന്നു. അതേസമയം മിയാസാക്കിയുടെ ജാപ്പനീസോ അതും വളരെയേറെ ഭേദപ്പെട്ടു. ഭീമാബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുന്നതിൽ നിന്ന് അവൻ കുറേശ്ശെ രക്ഷ നേടാൻ തുടങ്ങി. ഉദാഹരണത്തിന്, ഏലസുകളും ആഭരണങ്ങളുമൊക്കെ സൂക്ഷിക്കുന്ന ടോമോനാമ പോലെയുള്ള പത്തായപ്പുരകളിലും മറ്റും സ്ഥലമറിയാതെ കയറിയിരിക്കുക അവന് പതിവായി പറ്റാറുള്ള പ്രമാദങ്ങളിലൊന്നാണ്. ക്രമേണ അതൊന്നും ആവർത്തിക്കാതെയായി. അമേരിക്കയുടെ വിശേഷങ്ങൾ ഒരുപാട് ടോട്ടോച്ചാനും കൂട്ടരും അവനിൽ നിന്ന് കേട്ടറിഞ്ഞു. ടോമോയിൽ അമേരിക്കയും ജപ്പാനും സഖാക്കളായി. പക്ഷേ ടോമോയ്ക്ക് പുറത്ത് അമേരിക്ക ശത്രുരാജ്യമായി കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷ് നികൃഷ്ടമായൊരു ശത്രുഭാഷയും. ജാപ്പനീസ് സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് ശത്രുവിന്റെ ഭാഷ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു. അമേരിക്കക്കാർ പിശാചുക്കളാണ്, ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. പക്ഷേ ടോമോയിൽ കുട്ടികൾ ആർപ്പിട്ടുകൊണ്ടേയിരുന്നു. ഉത്സുകുഷി, ബ്യൂട്ടിഫുൾ.